ഹലോ, ചെങ്ങാതിക്കുട്ടൻ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. ഇന്ന് സ്കൂളില്ല കേട്ടോ, ട്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നൂൽപുട്ടാണ്. കറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കുറച്ച് ചിക്കൻ ഇരുന്നായിരുന്നു, അതെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതാ കഴിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് 8 മണിക്കാണ് ട്യൂഷൻ. കണ്ണമോനും കിച്ചുമോനും ഇതാ കഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉള്ള കാരണം ഇതാ 2 നൂൽപുട്ടെടുത്ത് കഴിച്ചിട്ടുണ്ട്. ചീത്ത പറയണം കേട്ടോ, അപ്പോൾ 2 കഴിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇതാ അവരൊക്കെ പോയതിന് ശേഷം ഇതാ ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഇതാ കറി വെക്കണം. അപ്പോൾ അതിനൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ഇടിച്ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കറിയും വെക്കാം, ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. പരിപ്പും ഇടിച്ചക്കി അതിൽ പുളിയൊക്കെ ഒഴിച്ചിട്ട് നാളികേരം അരച്ചിട്ട് കറി വെക്കും കേട്ടോ. മാങ്ങ ഇട്ടാലും നല്ലതാണ്. അപ്പോൾ മാങ്ങയൊന്നും നമ്മുടെ കയ്യിലില്ല, അപ്പോൾ പുളി ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഉപ്പേരി നമ്മൾ മുതിര പയർ അങ്ങനെ ഇട്ടിട്ട് ഇടിച്ചക്ക വെക്കില്ലേ ഉപ്പേരി. അപ്പോൾ ഇവിടെ പയറിട്ടിട്ടാണ് കേട്ടോ ഇടിച്ചക്ക വെക്കുന്നത്. അപ്പോൾ 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇടിച്ചക്ക എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണം എന്താണ് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇടിച്ചക്ക ഇതാ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. മുളഞ്ഞിയുണ്ട്, അപ്പോൾ കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുളഞ്ഞി ഉണ്ടായിരുന്നു, ഞാൻ ചിരട്ട കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഇടിച്ചക്ക 2 കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തു, ഒരെണ്ണം പകുതിയായിട്ട് തൊട്ട വീട്ടിലെ ചേച്ചിമാർക്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇങ്ങനെ പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആട്ടോ. ഇടിച്ചക്ക സാമ്പാർ എന്നാട്ടാ പറയുക ഇവിടെയൊക്കെ. കായൊക്കെ ഇട്ടിട്ട് പച്ച നാളികേരം ഉണ്ടല്ലോ, അത് അരച്ചൊഴിക്കുക കേട്ടോ ചെയ്യുക. നല്ല തൊണ്ടവേദന ആട്ടോ എനിക്ക്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചതാണ്. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര വേദന. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഈ ഇടിച്ചക്കൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ഇടിച്ചക്ക നന്നാക്കി എടുത്തതിന് ശേഷം ഞാനിതാ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. 2 നൂൽപുട്ട് എടുത്തിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. തൊണ്ട ഭയങ്കര വേദനയായ കാരണം ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖം കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഏട്ടനൊക്കെ നേരത്തെ വന്ന് കഴിച്ചിട്ട് പോയി. അപ്പോൾ പൊന്നൂസ് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത കാരണം നേരം വൈകിയിട്ടാട്ടോ അവൾ നീച്ചത്. അപ്പോൾ എൻ്റെ കൂടെ അവൾ എണീറ്റപ്പോൾ ഞാനിതാ അവളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അമ്മയ്ക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ പ്ലാസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് വേദനയൊക്കെ നല്ല കുറഞ്ഞു കേട്ടോ. ഇപ്പം ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. അത് കഴുകിയെടുത്തതിന് ശേഷം ഇതാ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം കായം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കഷ്ണമാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളി ഉണ്ടല്ലോ വെള്ളത്തിലിട്ട ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം അരപ്പ് തയ്യാറാക്കാനായിട്ട് അത് നാളികേരം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട, പച്ച നാളികേരം അരച്ച് ചേർക്കണേയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അരപ്പ് അതിലേക്ക് അരച്ചൊഴിക്കുകയും ചെയ്തു കേട്ടോ. ഇനി കറി ഒന്ന് താളിച്ചൊഴിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇതാ കടുകും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതാ താളിച്ചൊഴിക്കണം കേട്ടോ. സ്വാദിഷ്ടമായ ഇടിച്ചക്ക കറി തയ്യാറായി കേട്ടോ. അതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഉപ്പേരി വയ്ക്കാനായിട്ട് വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇടിച്ചക്ക ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാനായിട്ട് മറന്നു പോയിട്ടാ. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ ഈ വൻപയറും ഇടിച്ചക്കയും കൂടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വറ്റൽമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടില്ലേ, അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്കയും മുതിര അല്ലെങ്കിൽ ഇടിച്ചക്കയും പയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂടുള്ള കഞ്ഞിയും ഉപ്പേരി നല്ല ടേസ്റ്റല്ലേ. പണ്ടൊക്കെ വല്യമ്മ രാവിലെ ഞങ്ങൾക്ക് ഇതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ടാണ് തരിക. ഇടിച്ചക്കയുടെ സമയമാകുമ്പോൾ ഇടിച്ചക്ക ഉണ്ടാവും, അല്ലെങ്കിൽ ഓമക്കായ, അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി തരും. അന്നത്തെ ആ ഉപ്പേരിയുടെ രുചിയൊന്നും ഇന്നും നാവൊന്നും പോയിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും വല്യമ്മ ഉണ്ടാക്കണ പോലെയൊന്നും ആവില്ല. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയും. വല്യമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ. വല്യമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് 6 വർഷം ആവാറായി. വല്യമ്മ പള്ളിയിലൊക്കെ കഞ്ഞി വെക്കാനായിട്ട് പോയിട്ട് അപ്പം മുതിരപ്പേരിയൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ. വല്യമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമല്ല. വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പാത്രത്തിൽ കഞ്ഞി ഉണ്ടാവും, ഒരു പാത്രത്തിൽ മുതിരപ്പേരി ഉണ്ടാവും കേട്ടോ. കഞ്ഞിയിൽ നല്ല നാളികേരമൊക്കെ ചിരകിയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായി. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ച പാത്രങ്ങളുണ്ടായിരുന്നു, ഉപ്പേരി വറവിട്ടതും
കൂട്ടാൻ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തു. വല്യമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് 6 വർഷം ആവാറായിട്ടാ. എത്ര പെട്ടെന്നാണെന്നറിയോ ഓരോ കൊല്ലവും പോകണം. മാമൻ മരണപ്പെട്ടതിൻ്റെ പിറ്റത്തെ ആഴ്ചയിലായിട്ടാ വല്യമ്മയും മരണപ്പെടുന്നത്. അപ്പോൾ 6 വർഷം ആവാറായി രണ്ടാളും ഞങ്ങളെ വിട്ടു പോയിട്ട്. അപ്പം അച്ഛൻ മരണപ്പെട്ടിട്ട് തന്നെ ഇപ്പം 4 മാസമായി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോണത്. അപ്പോൾ ഇത് ഏട്ടൻ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇടിച്ചക്ക പരിപ്പിട്ടിട്ട് കറി വെക്കണത്. ഉപ്പേരിനേക്കാൾ ആൾക്ക് ഇഷ്ടം കറി വെക്കണതാണ് കേട്ടോ. കണ്ണനും കിച്ചുവൊക്കെ ട്യൂഷൻ വിട്ട് വന്നപ്പോൾ കഴിച്ചു കേട്ടോ. കണ്ണൻ ട്യൂഷന് പോവുകയും ചെയ്തു. കിച്ചുവിന് പിന്നെ 12:30 വരെ ഉള്ളൂ കേട്ടോ. അവന് ഉച്ച വരെ ഉള്ളൂ. കണ്ണന് 3:30 വരെ ഉണ്ടാവും കേട്ടോ ട്യൂഷൻ. 10ാം ക്ലാസ്സല്ലേ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാനിത് കഴിക്കാനായിട്ട് ഇരുന്നിട്ട് അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ പൊന്നൂസ് ഏട്ടന്മാരുടെ കൂടെ കഴിക്കട്ടാ ചെയ്തത്. അപ്പോൾ ഞാൻ ചോറെടുത്തു, മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാർ എടുത്തിട്ടുണ്ട്, ഇടിച്ചക്ക ഉപ്പേരി, നമ്മുടെ ഇടിച്ചക്ക കറി. ഇന്നെല്ലാം ഉണ്ടാക്കിയത് ഇടിച്ചക്ക കൊണ്ടാണ്. ഇടിച്ചക്ക ഉപ്പേരിയും ഇടിച്ചക്ക കറിയും. അപ്പോൾ അതാ പറഞ്ഞ ഏട്ടാ ഇടിച്ചക്ക കൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കണമെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കറി എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചാറെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അവിടെ കഴിക്കാനായിട്ട് കൊടുക്കും. വലിയ മാന്തളൊരു 4 ഇരുന്നിരുന്നു കേട്ടോ. അപ്പം ഞാനതെടുത്തിട്ട് പുളി വെച്ചു കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെ മുളകും പുളിയായിട്ട് വയ്ക്കണത്. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ. പ്ലേറ്റ് നിറച്ചും കറിയും ഉപ്പേരിയും മീൻ വറുത്തതും അച്ചാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും മീൻ വറുത്തതും മീൻ കൂട്ടാനും പിന്നെ ഇടിച്ചക്കറിയൊക്കെ കൂടിയിട്ട് നല്ലൊരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ കറിയൊക്കെ. ഇതുപോലെ ഒന്ന് ഇടിച്ചക്ക കറി വെച്ചിട്ട് കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറയണതല്ല, വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. ഊണ് കഴിച്ചതിന് ശേഷം വേഗം ഞാനിത് തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. വേഗം അടിച്ചു വാരി പിന്നെ ഞാനത് തുടയ്ക്കാനായിട്ട് നിൽക്കട്ടെ ചെയ്തത്. പിന്നെ ഇന്ന് രാവിലെ നല്ല പണിയായിരുന്നു. അപ്പോൾ അത് കാരണം തുടയ്ക്കാൻ നേരം വൈകി. തുടച്ചതിനൊക്കെ ശേഷം പിന്നെ വേഗം കുളിച്ചു. പിന്നെ തിരുവാതിര ആവാറായില്ലേ. അപ്പോൾ പിന്നെ കൂവ വേഗം നന്നാക്കി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്ത്. 5 കിലോ കൂവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിൽ നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് നല്ല തോർത്തെടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതുപോലെ അരച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ പൊടി ഇങ്ങനെ അടിയിലേക്ക് ഊർന്നിറങ്ങിക്കോളൂ കേട്ടോ. ഇതൊക്കെ അമ്മയെ ചെയ്യുക. ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അരച്ചിങ്ങനെ കൊടുക്കുക അമ്മയ്ക്ക് കേട്ടോ. ബാക്കിയൊക്കെ അമ്മയെ ചെയ്യുക. അതൊന്നും എനിക്ക് അറിയേണ്ടി വന്നിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഒക്കെ ചെയ്യേണ്ടി വന്നു കേട്ടോ. ഭയങ്കര പണിയായിരുന്നു കേട്ടോ. അന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയ ഇതാണ് പണി. ഒരു മിനിറ്റ് ഇപ്പോൾ ചോറിൻ്റെ ചായ കുടിച്ചിട്ടായാലും ഒന്നും ഇരിക്കാനായിട്ട് നേരം കിട്ടിയില്ല കേട്ടോ. ആ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിനായിട്ടിരുന്നാൽ പിന്നെ എങ്ങോട്ട് എഴുന്നേൽക്കാനൊന്നും പറ്റാത്തത് കാരണം എല്ലാ പണിയും വേഗം കഴിച്ചു. ഇവിടെ എല്ലാ കൊല്ലം ഇങ്ങനെ 5 കിലോ മേടിച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യുക. പിന്നെ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏട്ടന് പുറത്താവും പണി ഉണ്ടാവുക. അപ്പോൾ ആ ചൂടത്ത് ഇത് ഇങ്ങനെ വിരകിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പല്ലേ കൂവ. അപ്പോൾ അതങ്ങനെയായിട്ട് ചെയ്യുക. അത് കാരണമാണ് ഈ 5 കിലോ മേടിക്കണത്. ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ഇട്ടാ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ പിഴിഞ്ഞ് വെച്ച് പിന്നെ കെടുക്കാൻ നേരത്ത് ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് വെള്ളം അതിലേക്ക് കുറച്ച് നിറച്ചിട്ടാട്ടാ പിന്നെ വെച്ചത്. പിന്നെ രാവിലെ ഊറ്റിക്കളയുക അങ്ങനെയായിട്ടാ ചെയ്യുക. പിന്നെ നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. കൂവയുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തീരെ വയ്യാതെ ആയിട്ടാ. തണ്ടലും പുറമൊക്കെ വേദനിച്ചിട്ട് ഈ ഇരിപ്പ് കുറേ നേരം ഇരുന്നു. പിഴിയാനായിട്ടും അരയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് തീരെ വയ്യാതെ. അപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് കുപ്പൂസും ചിക്കനൊക്കെ മേടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്പ്രൈറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇത് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എനിക്കും കുറവുണ്ടെന്നൊക്കെ പറയാം കേട്ടോ കിച്ചുമോനും പൊന്നൂസൊക്കെ. ഏട്ടൻ അത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും കണ്ണൻ ഇതൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളവും കിണ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യാത്ത കാരണം പിന്നെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇതാ കുപ്പൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ട്, ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അൽഫാം അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. സെയിം ഇത് തന്നെ കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം. ടാറ്റാ.